ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഹാപ്പിനെസ് മെഷീൻ എന്ന ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് റേ ബ്രാഡ്ബറി എന്ന റൈറ്ററാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ഓഥറാണ്, സ്ക്രീൻ റൈറ്ററാണ്. റേ ബ്രാഡ്ബറിയുടെ ദി ഹാപ്പിനെസ് മെഷീൻ എന്ന ഈ ഒരു കഥയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സന്തോഷം അമൂല്യമാണെന്നും അത് ഒരു യന്ത്രത്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുമുള്ള വസ്തുതയാണ്. ഈ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് ലിയോ ഓഫ്മാൻ, ലിയോയുടെ ഭാര്യ ലെന ഓഫ്മാൻ, അവരുടെ 6 മക്കൾ സ്യോൾ, നവോമി, മാർഷാൾ, റെബേക്ക, റൂത്ത്, ജോസഫ്, പിന്നെ അവരുടെ നൈബേഴ്സായ ഡഗ്ലസ്, ടോം, ഡഗ്ലസിൻ്റെയും ടോമിൻ്റെയും ഗ്രാൻഡ് ഫാദർ എന്നിവർ. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ദി ഹാപ്പിനെസ് മെഷീൻ റിട്ടൺ ബൈ റേ ബ്രാഡ്ബറി. ലിയോ ഓഫ്മാൻ ഒരു ദിവസം തൻ്റെ ഗാരേജിലൂടെ സാവധാനം നടന്നു നീങ്ങുകയാണ്. ആ ഗാരേജ് ഇപ്പോൾ ദി ഹാപ്പിനെസ് മെഷീൻ, അതായത് സന്തോഷയന്ത്രം എന്ന ലിയോയുടെ ഏറ്റവും പുതിയ, അതേപോലെ തന്നെ വൈദഗ്ധ്യം നിറഞ്ഞതുമായ കണ്ടുപിടുത്തത്തിൻ്റെ വർക്ക്ഷോപ്പായിട്ടാണ് മാറിയിരിക്കുന്നത്. കുറച്ച് മരം, വയർ ചുരുൾ, ഒരു ചുറ്റിക, സ്പാനറുകൾ തുടങ്ങിയവയ്ക്കായി അദ്ദേഹം തിരയാൻ തുടങ്ങി. അയാളുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കുറേ ചോദ്യങ്ങൾ രൂപപ്പെട്ടു. ആ യന്ത്രം നിങ്ങളുടെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാകണോ, അതോ അതിൻ്റെ പോക്കറ്റിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒന്നാകണോ? എന്തായാലും ആ യന്ത്രം ഒരാളെ സന്തോഷിപ്പിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയും? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ സന്തോഷം കണ്ടെത്താനാകും? സന്തോഷമായി ബന്ധപ്പെട്ട വികാരങ്ങൾ എന്തൊക്കെയാണ്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത്. തൻ്റെ നിഘണ്ടുവുമായി അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ലെന, അദ്ദേഹത്തിൻ്റെ ഭാര്യ, വസ്ത്രങ്ങൾ ഇസ്തിരി ചെയ്യുകയായിരുന്നു. അവിടെ മേശപ്പുറത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ലെന, നീ സന്തോഷവതിയാണോ, സംതൃപ്തയാണോ, ആഹ്ലാദവതിയാണോ എന്നെല്ലാം. അവൾ പറഞ്ഞു, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെല്ലാം സംതൃപ്തരാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളും പ്രായമുള്ള ആളുകളും സന്തോഷവാന്മാരാണ്. ഈ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നതിൽ ഞാൻ സന്തുഷ്ടയാണെന്ന് നീ കരുതുന്നുണ്ടോ എന്നവൾ ചോദിച്ചു. ലിയോ അവളോട് പറഞ്ഞു, എനിക്കറിയാം നിന്റെ എല്ലാ പരാതികളും പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന്. താൻ പരാതിപ്പെടുകയല്ല, ഒരിക്കലും പരാതിപ്പെടുകയുമില്ല എന്ന് ലെന ഉത്തരം നൽകി. ഉത്തരം ലഭിക്കാത്ത തരം ഭ്രാന്തൻ ചോദ്യങ്ങൾ ദയവായി ചോദിക്കരുതെന്നവൾ ലിയോയോട് പറഞ്ഞു. അപ്പോഴേക്കും കിച്ചണിൽ ബ്രെഡ് കരിഞ്ഞു പോവുകയും 6 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലിയോ അവളോട് സംസാരിക്കുന്നതെന്നും അവൾ പറയുന്നു. ലിയോ അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഗാരേജിൽ നിന്ന് ലോഹങ്ങൾ കൂട്ടിമുട്ടുന്ന പോലുള്ളതും ബീപ്പിംഗ്, റിങ്ങിങ് പോലുള്ളതുമായ ശബ്ദങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു. ആരുടെയെങ്കിലും മുഖത്തോ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ചെറിയ സന്തോഷമെങ്കിലും കാണാൻ ലിയോ ഉറ്റുനോക്കിയിരുന്നു. ലിയോ രാവും പകലും ആ മെഷീൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പണിയെടുത്തു, ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ. തൻ്റെ കഷ്ടപ്പാടിൻ്റെ അവസാനം ദി ഹാപ്പിനെസ് മെഷീൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ അടുക്കളയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ദി ഹാപ്പിനെസ് മെഷീൻ റെഡിയായിരിക്കുന്നു എന്ന്. ഭാര്യ ലെന ചോദിച്ചു, ഇതിൻ്റെ പിന്നാലെ നടന്ന് നിങ്ങളുടെ ഭാരം കുറഞ്ഞു, മക്കളെ നോക്കാൻ സമയമില്ലാതെയായി. ഇപ്പോൾ എന്ത് സന്തോഷമാണ് ഈ മെഷീൻ നിങ്ങൾക്ക് നൽകുന്നത്? മനുഷ്യനെ അത്തരമൊരു യന്ത്രം ഉണ്ടാക്കാൻ കഴിയില്ല എന്നെല്ലാം അവൾ പറഞ്ഞു. പക്ഷികളുടെയും നായ്ക്കളുടെയും ആളുകളുടെയും ശബ്ദങ്ങൾ പിറ്റേ ദിവസം രാവിലെ ലിയോയെ ഉണർത്തി. പക്ഷികൾ മേൽക്കൂരയ്ക്ക് ചുറ്റും പറക്കുന്നു. നായ്ക്കൾ ഗാരേജിൻ്റെ വാതിലിനടുത്തിരിക്കുന്നു.
ആളുകൾ വേലിക്ക് മുകളിലൂടെ ഗാരേജിലേക്ക് എത്തി നോക്കുന്നു. അത് ഹാപ്പിനെസ് മെഷീൻ്റെ ശബ്ദമായിരുന്നു, ഒരു വ്യത്യസ്ത രീതിയിലുള്ള ശബ്ദം. ലിയോയുടെ ഭാര്യ ചോദിച്ചു, ഈ മെഷീൻ കൊണ്ട് വൃദ്ധരെ ചെറുപ്പമാക്കാൻ കഴിയുമോ? വീടിൻ്റെയും കുട്ടികളുടെയും ജോലികൾ എനിക്ക് പകരം ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടന്ന് അമിത ജോലി കാരണം ഓവർ വർക്ക് മൂലം മരിച്ചാൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ ആകുമോ? ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ മെഷീൻ പരിശോധിക്കാനുള്ള അനുയോജ്യമായ സമയം ഇതല്ല എന്ന് ലിയോയ്ക്ക് തോന്നി. അന്ന് രാത്രി വൈകിട്ട് ആരോ കരയുന്നത് അയാൾ കേട്ടു. അയാൾ കുട്ടികളുടെ മുറിയിൽ കയറി നോക്കിയപ്പോൾ അയാളുടെ മകൻ സോൾ തലയണയിൽ മുഖം പൂഴ്ത്തി തേങ്ങി കരയുകയാണ്. എന്തെങ്കിലും പേടിസ്വപ്നം കണ്ടാണോ അവൻ കരയുന്നതെന്ന് ലിയോ ചോദിച്ചു. പക്ഷേ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ലിയോ ഗാരേജിൽ കയറിയപ്പോൾ മെഷീൻ ചൂടായിരിക്കുന്നത് കണ്ടു. അപ്പോൾ ലിയോയ്ക്ക് മനസ്സിലായി, സോൾ ഹാപ്പിനെസ് മെഷീൻ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ അവനെ സന്തോഷവാനാക്കാൻ ആ മെഷീന് കഴിഞ്ഞില്ല എന്നതോർക്കുമ്പോൾ ലിയോയ്ക്ക് ദുഃഖം വന്നു. പിറ്റേ ദിവസം ലിയോ തൻ്റെ ഭാര്യയായ ലെനയെ 8 അടി ഉയരമുള്ള ഓറഞ്ച് നിറമുള്ള ആ ഹാപ്പിനെസ് മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ലെന ആ മെഷീനിൽ കയറി പരീക്ഷിക്കാൻ സമ്മതിച്ചു. അവൾ പറഞ്ഞു, ഈ നാശം പിടിച്ച യന്ത്രം എന്നെ വെച്ച് പരീക്ഷിക്കുക, എൻ്റെ കുട്ടികളെ ഒഴിവാക്കുക, അവർക്ക് പേടി സ്വപ്നം നൽകാതിരിക്കുക എന്നല്ല. കുട്ടികളെല്ലാം ആ മെഷീൻ്റെ ചുറ്റും കൂടി. സോൾ അമ്മയോട് കയറണ്ട എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവൾ പറഞ്ഞു, താൻ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൾ മെഷീൻ്റെ ഉള്ളിൽ കയറി ബട്ടൺ അമർത്തി. കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ യന്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തോടെയുള്ള ആവേശകരമായ ആർപ്പുവിളികൾ കേൾക്കാൻ തുടങ്ങി. ഓ, അത് നോക്കൂ, പാരീസ്, റോം, പിരമിഡുകൾ, പെർഫ്യൂം എന്നിങ്ങനെ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അകത്തു നിന്നൊരു സോങ്ങും കേട്ടു. സംഗീതം, ഞാൻ നൃത്തം ചെയ്യുകയാണ് എന്നെല്ലാം അവൾ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ലിയോ ഹോഫ്മാൻ്റെ മുഖം അഭിമാനം കൊണ്ടു തുടുത്തു. അയാൾ എല്ലാവരോടും കൂടി പറഞ്ഞു, അവൾ നൃത്തം ചെയ്യുകയാണെന്ന് തോന്നുന്നത് അവൾക്ക് മാത്രമാണ് എന്നത്. പെട്ടെന്ന് തന്നെ ആ യന്ത്രത്തിൻ്റെ അകത്ത് നിന്ന് കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ലിയോയുടെ പുഞ്ചിരി മങ്ങി. ഡോർ തുറന്നപ്പോൾ അവൾ പറഞ്ഞു, താൻ കണ്ടതും കേട്ടതും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതൊന്നും സംഭവിക്കുകയില്ല. ഈ ചിന്ത അവളെ കൂടുതൽ ദുഃഖിപ്പിക്കുകയും ചെയ്തു എന്ന്. യന്ത്രത്തിന് എന്താണ് കുഴപ്പമെന്ന് ലിയോയ്ക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അത് പരിശോധിക്കാൻ അയാൾ യന്ത്രത്തിനുള്ളിൽ കയറി വാതിലടച്ചു. യന്ത്രം വീണ്ടും വിറച്ചു മുരുളുന്ന ശബ്ദം ഉണ്ടാക്കി തുടങ്ങി. സോങ്ങും വർണ്ണങ്ങളും നിറഞ്ഞ മായാലോകത്തേക്ക് പറക്കുന്നതിന് മുമ്പ് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. യന്ത്രത്തിന് തീ പിടിച്ചിരിക്കുന്നു. കുട്ടികൾ ഓളിയിടാൻ തുടങ്ങി. വാതിൽ വലിച്ചു തുറന്ന് കുട്ടികൾ അയാളെ പുറത്തേക്ക് വലിച്ചിറക്കി. യന്ത്രത്തിൻ്റെ പുറകിൽ നിന്ന് അമർന്ന സ്ഫോടന ശബ്ദം കേട്ടു. യന്ത്രം കത്തി നശിച്ചു. ഗാരേജിനും തീ പിടിച്ചു. ഫയർഫോഴ്സിനെ വിളിച്ചു. കത്തിപ്പടരുന്ന തീജ്വാലകൾ അണയ്ക്കുന്ന കാഴ്ച എല്ലാവരും നോക്കി നിന്നു. നാട്ടുകാരും വീട്ടുകാരും കുട്ടികളും വൃദ്ധരും എല്ലാവരും. പുകച്ചുരുളുകൾ ആകാശത്ത് വിചിത്രമായ രൂപങ്ങൾ തീർക്കുന്നത് ഗ്രാൻഡ് ഫാദർ ആവേശപൂർവ്വം പഠനവിധേയമാക്കി. അദ്ദേഹം ലിയോട് ചോദിച്ചു, അതായിരുന്നോ നിന്റെ സന്തോഷയന്ത്രം? എന്തായിരുന്നു അതിൻ്റെ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ, പിന്നീട് നിങ്ങളോട് പറയാം എന്താണെന്ന് എന്ന് ലിയോ മറുപടി പറഞ്ഞു. എല്ലാ ഫയർമാൻമാരും മറ്റാളുകളും പോയി കഴിഞ്ഞപ്പോൾ ലിയോ ഹോഫ്മാൻ ഗ്രാൻഡ് ഫാദറിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും കൂടെയായി. ലിയോ ചോദിച്ചു, നിങ്ങൾക്കെൻ്റെ ഹാപ്പിനെസ് മെഷീൻ കാണണോ എന്ന്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അതുണ്ട്. എല്ലായ്പ്പോഴും നല്ല രീതിയിലല്ലെങ്കിലും ഇപ്പോഴും അത് വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. ലിയോയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, അത് കാര്യമാക്കേണ്ട,
പെട്ടെന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് യന്ത്രത്തെ തീ പിടിപ്പിച്ചതെന്ന് എന്നെല്ലാം. അപ്പോൾ ലിയോ അവരോട് പറഞ്ഞു, അവൻ പറഞ്ഞത് ആ വിലക്കട്ട യന്ത്രത്തെക്കുറിച്ചല്ല, ഞാൻ പറഞ്ഞത് ഹാപ്പിനെസ് മെഷീനെ കുറിച്ചാണ്. നോക്കൂ, മുൻവശത്തെ ജനാലയിലൂടെ നിങ്ങൾക്കിത് കാണാം. എല്ലാവരും വലിയ ആ ജനൽപ്പാളിയിലൂടെ അകത്തേക്ക് നോക്കി. സോളും മാർഷലും കോഫി ടേബിളിൽ ചെസ് കളിക്കുകയും റെബേക്ക ഡൈനിങ് റൂമിൽ സിൽവർ പ്ലേറ്റുകൾ നിരത്തുകയും ചെയ്യുന്നു. നവോമി പേപ്പർ പാവുകളുടെ വസ്ത്രങ്ങൾ മുറിച്ച് തയ്യാറാക്കുന്നു. റൂത്ത് വാട്ടർ കളർ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നു. ജോസഫ് തൻ്റെ ഇലക്ട്രിക് ട്രെയിൻ ഓടിച്ചു കളിക്കുന്നു. ലെന പാചകം ചെയ്യുന്നു. ലിയ സന്തോഷത്തോടെ തൻ്റെ കുടുംബത്തെ നോക്കിയിട്ട് പറഞ്ഞു, സന്തോഷത്തിൻ്റെ ശബ്ദങ്ങൾ, ബ്രെഡിൻ്റെയും നല്ല ബട്ടറിൻ്റെയും മണം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതാണെൻ്റെ ഹാപ്പിനെസ് മെഷീൻ. ഇവിടെ എല്ലാം ശരിയായി പ്രവർത്തിക്കുന്നതായി തോന്നിയ ലിയോ ജനാലയിലൂടെ ശാന്തമായി നോക്കി നിന്നു. എന്നിട്ട് തൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ ചെറുപ്രവർത്തികളുടെയും കൊച്ചു കൊച്ചു കാഴ്ചകളുടെയും ആശ്വാസസ്പർശം അനുഭവിച്ചുകൊണ്ട് അയാൾ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതാ ഇവിടെയുണ്ട്, ഇതാണ് ഹാപ്പിനെസ് മെഷീൻ, ഇതാണ് എൻ്റെ ഹാപ്പിനെസ് മെഷീൻ എന്ന്. ഇതോടുകൂടി ദി ഹാപ്പിനെസ് മെഷീൻ എന്ന കഥ ഇവിടെ അവസാനിച്ചു.